ശരി. വെച്ചുമാറലിന് വിശദീകരണമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇ.ടിയുടെ പ്രായം ഒരു പ്രധാന ഘടകമാണെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ പ്രായം എന്ന നിലയ്ക്കല്ല, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി മുസ്ലിം കോസ് ഈ ബി.ജെ.പിക്കെതിരെ ഏറ്റവും ശക്തമായ ശബ്ദമായി ഉയർന്നു കേട്ടിട്ടുള്ള ഒരു ശബ്ദം ഇ.ടിയുടേത് തന്നെയാണ്. പലപ്പോഴും കോൺഗ്രസ് നല്ല രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്ന് പോലും പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളത് ഇ.ടിയാണ്. അപ്പോൾ പല വിഷയങ്ങളും അദ്ദേഹം വളരെ ശക്തമായി തന്നെ പാർലമെന്റിനകത്തും പുറത്തും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് പ്രായോഗിക രാഷ്ട്രീയം, പ്രായോഗികമായി ഇപ്പോൾ പൊന്നാനിയിൽ നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സേഫായ ഉറപ്പുള്ള മലപ്പുറത്തേക്ക് മാറുക എന്നുള്ളത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിൽ ഈ കടുത്ത മത്സരത്തിലേക്ക് നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ച പ്രകാരം തന്നെയാണ് മലപ്പുറത്തേക്ക് മാറിയിരിക്കുന്നത്. ഇപ്പോൾ പൊന്നാനിയിൽ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി സമസ്തയുടെ കൂടി സമ്മതമുള്ള സ്ഥാനാർത്ഥിയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണല്ലോ. ഇപ്പോൾ ഇ.ടിയെ പോലൊരു പ്രമുഖ മുജാഹിദ് നേതാവ് അദ്ദേഹം പൊന്നാനിയിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ സുന്നികൾ പാലം വലിക്കുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ പാലം വലിച്ച സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പി.കെ. ഫിറോസ് നേരത്തെ താനൂരിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഈ രീതിയിൽ ഇ.കെ. സുന്നി വിഭാഗങ്ങൾ കൂറുമാറി വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മുൻ അനുഭവം ലീഗിനെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. സമദാനിയാകട്ടെ സമസ്തയുമായി നല്ല ബന്ധമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല പ്രാസംഗികനാണ്. എല്ലാ വിഭാഗവുമായി നന്നായി സംസാരിക്കാനും ഉള്ള പ്രത്യേക കഴിവുണ്ട്. അപ്പോൾ അത് വെച്ച് പൊന്നാനിയിൽ കുറച്ചുകൂടി സാധ്യത സമദാനിക്കാണ് എന്നൊരു വിലയിരുത്തലേക്ക് ആ പാർട്ടി എത്തുമ്പോൾ അത് ആ പാർട്ടിയുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെയുള്ളത് ഈ എന്താണ്, പൊന്നാനിയിൽ ഇപ്പോൾ വലിയ ലീഡ് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ LDFന് കൂടുതൽ സ്വാധീനമുള്ള കുറച്ച് നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുന്നു. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ സ്വാധീനം ഏത് രൂപത്തിൽ എന്നുള്ളത്, അദ്ദേഹം ഇപ്പോൾ 2023 മാർച്ച് വരെ ലീഗ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ലീഗിൻ്റെ ഒരു നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് അവിടെയുള്ളവർ അദ്ദേഹത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്. ലീഗ് എന്ന ഒരു വ്യക്തിത്വം, ലീഗിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു KS ഹംസയ്ക്ക് ലീഗുമായിട്ടുള്ള ബന്ധം ഒരു വർഷമേ ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ലീഗിനകത്ത് അദ്ദേഹം എങ്ങനെയായിരുന്നു, പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ എതിർ വിഭാഗമായിരുന്നു. അപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടിയോട് പിണങ്ങിയിട്ടാണ് അദ്ദേഹം ആ പാർട്ടി വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് അത് കാണേണ്ടത്. അപ്പോൾ ആ ആനുകൂല്യം ചിലപ്പോൾ നിഷേധ വോട്ടുകളുടെ രൂപത്തിൽ കിട്ടാം. കുഞ്ഞാലിക്കുട്ടിയെ എതിർക്കുന്ന ലീഗിൽ നിന്ന് തന്നെയുള്ള വോട്ടുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടാം. അതോടൊപ്പം തന്നെ ഈ നല്ല സ്വാധീനം ഈ EK-AP സുന്നികളുടെ വിഭാഗങ്ങളുടെ പിന്തുണയുണ്ട്, ജമാഅത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന് കേൾക്കുന്നു. ആ രൂപത്തിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ KS ഹംസയ്ക്ക് പിന്തുണ ലഭിക്കാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ലീഗ് കാണുന്നുണ്ട്. സമസ്തയിൽ നിന്ന് തന്നെ ലീഗുമായി ബന്ധപ്പെട്ട് ലീഗിനോട് നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പുകൾ, പരസ്പരം നടത്തിയിരുന്ന പരസ്യമായ പ്രതികരണങ്ങൾ, ഇതൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ പ്രതിഫലിക്കാൻ ഇടയുണ്ട് എന്നൊരു ഭയം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഹംസയ്ക്ക് എത്രയായിരുന്നു ഈ സമസ്തയുമായി ബന്ധം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു സമ്പന്നനാണ്. സ്വാശ്രയ കോളേജുകളുണ്ട്, സമസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള ബന്ധമുണ്ട്. ഇതൊക്കെ പലതരത്തിലും വോട്ടായി മാറുകയാണല്ലോ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 77 മുതൽ ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ മലപ്പുറം പോലെ അത്ര ഉറപ്പുള്ള സ്ഥലമല്ല എന്നുള്ളതും ഓരോ തവണയും ഇപ്പോൾ അത് CPIയുടെ മണ്ഡലമായിരുന്നല്ലോ. നേരത്തെ CPIയുടെ മണ്ഡലമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തുടർച്ചയായ പരാജയങ്ങൾ സംഭവിച്ച ശേഷമാണ് CPM ഏറ്റെടുക്കുന്നത്. CPMന് മത്സരിക്കാനല്ല, CPM പിന്തുണയോടുള്ള സ്വതന്ത്രരെ പരീക്ഷിച്ചിരുന്നു. പല പരീക്ഷണങ്ങളിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഹുസൈൻ രണ്ടത്താണി മത്സരിക്കുന്നു. അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞതുപോലെ അൻവറിനെ പരീക്ഷിക്കുന്നു 2019. അൻവറിനെ പരീക്ഷിക്കുമ്പോൾ നല്ലോണം പണം ഒഴുക്കിയിട്ടാണ് ആ തെരഞ്ഞെടുപ്പൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ആ ഘട്ടത്തിൽ നടന്നു. ഇപ്പോൾ ഏതായാലും ചിഹ്നം കൊടുത്തിരിക്കുന്നു. ഇതൊരു പുതിയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ യഥാർത്ഥത്തിൽ ലീഗിനൊരു ആശങ്കയുണ്ട്. ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുറച്ചുകൂടി ഉറപ്പുള്ള സ്ഥലത്തേക്ക് ഇ.ടി പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതിലൊരു കൗതുകമുള്ള കാര്യം, ഈ ഹംസയ്ക്ക് ഈ പാണക്കാട് കുടുംബത്തിലെ മൊയ്നലി തങ്ങളുടെ ബിസിനസ് പങ്കാളി കൂടിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹംസ പറയുന്നുണ്ടല്ലോ, ഞാൻ മലപ്പുറത്ത് ഇ.ടിയാണ് മത്സരിച്ചിരുന്നെങ്കിൽ ഞാൻ നിൽക്കുമായിരുന്നില്ല. അതെന്താ വെച്ചാൽ ഇ.ടിയോട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ആ ബന്ധമുണ്ട്, അദ്ദേഹത്തിനോടൊക്കെ മത്സരിക്കാമോ എന്നുള്ളൊരു ബഹുമാനമുണ്ട്. അപ്പോൾ ഇ.ടി ആകില്ല എന്നുള്ളത് അദ്ദേഹത്തിന് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ ചർച്ചകൾക്കിടയിൽ പൊന്നാനി വെച്ചുമാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഉറപ്പ് നേരത്തെ ഹംസയ്ക്കുണ്ട്. എന്ന് വെച്ചാൽ ലീഗിനകത്തതിൽ ഒരു ധാരണ നേരത്തെ തന്നെ ആയിട്ടുണ്ടാകണം ഒരു പക്ഷേ. അപ്പോൾ അതുകൊണ്ട് നല്ല മത്സരം നടക്കാനുള്ള, നല്ല കൗതുകരമായ മത്സരം നടക്കാനുള്ള ഒരു സ്ഥലമാണ് പൊന്നാനി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കുറച്ചുകൂടി ഉറപ്പുള്ള മലപ്പുറത്തേക്ക് മാറിയത്. അതിൽ ഒരു വിശദീകരണം പാർട്ടി നൽകുന്നത് അദ്ദേഹത്തിന് കുറച്ചുകൂടി സൗകര്യമുള്ള, വിജയ സാധ്യതയുള്ള സ്ഥലത്തേക്ക് മാറുന്നു എന്ന് തന്നെയാണ്. അത് പ്രാഥമിക വിശദീകരണമാണ്. അത് ഇപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വിശദീകരണം മാത്രമാണ്. ഇങ്ങോട്ട് വരും. Meet the editors.